ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു. FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബുദ്ധിമുട്ടില്ലാത്ത എതിരാളികളെയാണ് ലഭിച്ചിട്ടുള്ളത്. പ്രീമിയർ ലീഗ് ടീമായ ന്യൂകാസൽ യുണൈറ്റഡ് ആണ് ഇപ്പോൾ FC ബാഴ്സലോണയുടെ എതിരാളികളായിക്കൊണ്ട് കടന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാണ്. അതായത് ഫൈനൽ വരെ അത്ര ബുദ്ധിമുട്ടില്ലാതെ എത്താനുള്ള ഒരു മാർഗം ഇപ്പോൾ FC ബാഴ്സലോണയുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഫൈനൽ വരെ കരുത്തരായ ടീമുകളെ FC ബാഴ്സലോണക്ക് നേരിടേണ്ടി വരില്ല. കാരണം മറ്റൊരു ബ്രാക്കറ്റിലാണ് ഇപ്പോൾ ബാഴ്സലോണ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ബാഴ്സലോണക്ക് ഫൈനൽ വരെ കരുത്തരായ PSG, ചെൽസി, ലിവർപൂൾ, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ മ്യൂണിക്ക്, ഗലാറ്റസറൈ, അറ്റ്ലാന്റ ഈ ടീമുകളെയൊന്നും നേരിടേണ്ടി വരില്ല. അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം കിരീട ഫേവറേറ്റുകളിൽ പലതും FC ബാഴ്സലോണയുടെ മറുഭാഗത്തെ ബ്രാക്കറ്റിലാണ് ഉള്ളത്. PSG, ലിവർപൂൾ, റയൽ, മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ, ചെൽസി എന്നിവരൊന്നും ബാഴ്സയ്ക്ക് മുന്നിൽ തടസ്സമായി കൊണ്ട് ഫൈനൽ വരെ ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഫൈനലിൽ മാത്രമാണ് ഈ ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമിനെ FC ബാഴ്സലോണക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ബാഴ്സയുടെ ബ്രാക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂകാസൽ യുണൈറ്റഡ് ആണ് ബാഴ്സയുടെ പ്രീ ക്വാർട്ടർ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. കൂടാതെ അത്ലറ്റിക്കോ മാഡ്രിഡ്, ടോട്ടൻഹാം, ബോഡോ ഗ്ലിംറ്റ്, സ്പോർട്ടിംഗ് CP, ബയർ ലെവർക്യൂസൻ, ആഴ്സണൽ എന്നിവരാണ് അവിടെ വരുന്നത്. ഇതിൽ ആഴ്സണൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ടീമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ അത്ര ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെയാണ് ബാഴ്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അതായത് ബാഴ്സയുടെ ബ്രാക്കറ്റിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഫൈനൽ വരെ അത്ര ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ FC ബാഴ്സലോണക്ക് കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇത് UCL ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ആരെ വേണമെങ്കിലും അട്ടിമറിക്കാം. അതുകൊണ്ട് തന്നെ ബാഴ്സക്ക് ആശ്വസിച്ചിരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.